ശ്യാമ ഇപ്പോൾ അതായത് മഞ്ഞക്കാർഡുള്ള ആളുകളുടെ മാത്രം മസ്റ്ററിംഗ് ഇന്ന് തുടരുമെന്നുള്ള കാര്യം ആ തരത്തിലേക്ക് ഒരു ക്രമീകരണത്തിലേക്ക് എത്തുന്നുണ്ട്. അല്ലാത്തവർക്ക് ഒരുപാട് പേര് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റ് പണികളെല്ലാം ഉപേക്ഷിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി വന്നവരാണ്. അപ്പോൾ ഇവരൊക്കെ തിരികെ പോകാൻ തുടങ്ങിയിട്ടുണ്ടോ? നിലവിലിപ്പോൾ ഈ ക്രമീകരണം മഞ്ഞക്കാർഡുള്ളവർക്ക് മാത്രമായിട്ടുള്ള ക്രമീകരണം നടപ്പാക്കി തുടങ്ങിയോ? സെർവറിന്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചോ? റേഷൻ മസ്റ്ററിങ്ങിനായി ഇവിടെ 3 കടകൾ ചേർന്ന് ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ആ മസ്റ്ററിങ് ഏർപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിയിരുന്നു. 8 മണിയോടുകൂടിയാണ് മസ്റ്ററിങ് ആരംഭിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആരംഭിച്ച സമയം മുതൽ തന്നെ മസ്റ്ററിങ് ഒന്നും തന്നെ നടപ്പാക്കാനായില്ല. ഇപ്പോൾ ആളുകളെല്ലാം പോയിരിക്കുകയാണ്, തിരികെ പോയി. കാരണം വലിയ പ്രതിസന്ധിയാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഒരുപാട് പേർ ജോലി എല്ലാം കളഞ്ഞു നിന്നാണ് ഇവിടെ മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിയത്. പക്ഷേ കൃത്യമായിട്ട് ആ മസ്റ്ററിങ് നടന്നില്ല. സെർവർ തകരാർ മൂലമാണ് ആ മസ്റ്ററിങ് നടക്കാത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ചേട്ടാ, ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം എന്തെങ്കിലും ആയോ? ഞാനിപ്പോൾ നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസർ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇനി മന്ത്രിതലത്തിലൊരു തീരുമാനം വരണം, അത് വന്നാലേ നമുക്ക് ഇതിനകത്തൊരു വ്യക്തത കിട്ടുള്ളൂ, റേഷൻ കടക്കാരെ അറിയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ തന്നെ പറഞ്ഞിട്ടാണ് 3 ദിവസമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇന്ന് നാളെ മറ്റന്നാൾ 3 ദിവസമായിട്ട് ഇവിടെ ഒരു ക്യാമ്പ് വെച്ചത് മസ്റ്ററിങ്ങിൻ്റെ. 100 കണക്കിന് ആളുകളാണ് രാവിലെ 7 മണി മുതൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സുഖമില്ലാത്ത ആളുകളുണ്ട്, ജോലിക്ക് പോകേണ്ട ഒരു ജോലി ഒഴിവാക്കി വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ വന്നിരുന്നിട്ട് ഒരെണ്ണം പോലും മസ്റ്ററിങ് നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പം പറയുന്നത് സൈറ്റ് ഇററാണ്, അതുകൊണ്ട് ഇതിന് തീരുമാനം വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 8 മണിയായിപ്പോ ഇല്ല. എന്തെങ്കിലും ഒരു തീരുമാനം എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് റേഷൻ കടയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ ഒരു സൈറ്റിൻ്റെ കാര്യത്തെ പറ്റി ഒന്നും ആരെയും വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിടാന്ന് പറഞ്ഞ് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു, അവരുടെ തീരുമാനം കാത്തു വെയിറ്റ് ചെയ്യുന്നു. എന്ത് തീരുമാനമല്ല അംഗീകരിക്കാൻ തയ്യാറാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ശരിയാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവരിയ്ക്കുന്നത്. ചേട്ടൻ എത്ര മണിയായി പോകുന്നത്? ഞാൻ വന്നത് 8:30. ശരിയാവുമെന്ന് കഴിഞ്ഞിട്ട് വൈഫിനെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് നടക്കാനും വയ്യ, ഒന്നിനും വയ്യ. ഇനി തിരിച്ചു പോകണമെങ്കിൽ അതേപോലെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് 70 രൂപ 140 രൂപ അത് മുടക്കണം. പിന്നെ സൺഡേ ഇല്ല എന്നുള്ളത് അവരുടെ യൂണിയൻകാർ പറയുന്നത് സൺഡേ ഞങ്ങൾ വർക്ക് ചെയ്യില്ല എന്ന്. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അവർ പറയുന്നത് ഞായറാഴ്ച ഞങ്ങൾ നിൽക്കില്ല. അപ്പോൾ നാളെ ഒരു ദിവസമേ ഉള്ളത്. അതിൽ യെസ് ഓർനോ കിട്ടോ കിട്ടില്ലെന്ന് ഒരു ഭാഗ്യപരീക്ഷണമാണ്. നാളെയും കൂടി വരണമല്ല, അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പത്രത്തിലുണ്ട്. എന്തായാലും അങ്ങനെ. ചേച്ചി എപ്പോ വന്നോ? 8 മണിയായപ്പോ. അല്ല, വെള്ളം ഇവിടുന്ന് കുടിച്ചതാ. പോകേണ്ടതാ. മുടങ്ങിയിട്ടില്ല, ലീവ് പറഞ്ഞിട്ടില്ല. സ്റ്റെല്ല മേരീസില് സ്കൂളിൽ പോണത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളടക്കമൊക്കെ ആയിട്ടാണ് ഇവിടെ മസ്റ്ററിങ്ങിന് വേണ്ടി ഇവരെത്തിയത്. പക്ഷേ ആ മസ്റ്ററിങ് നടക്കാത്തത് മൂലം കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാനും പറ്റിയിട്ടില്ല, പലർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പലരും പരാതികൾ ഒരുപാടുണ്ട്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് കേട്ട് കൃത്യമായ രീതിയിൽ ഒരു മറുപടി ഉണ്ടാകണം. കാരണം ഇവർ ഇനി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്. സാധാരണക്കാരാണ്, സ്വാഭാവികമായിട്ടും റേഷൻ കാർഡ് അരി വാങ്ങാൻ വരുന്നവരാണ്. അവർക്ക് മസ്റ്ററിങ് കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇടപെടലുകൾ ഉണ്ടാകണം എന്നതാണ് പറയാനുള്ളത്. ക്യാമറമാൻ മനോജിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.